महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवधे हे चण्डमुण्डार्तिनी निःशेषीकृत रक्तबीजदनुजे नित्ये निशुम्भापहे ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവീമാഹാത്മ്യത്തിൽ 3-ാമത്തെ അധ്യായമാണ്. മഹിഷാസുരനായിട്ടുള്ള യുദ്ധമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അവിടെ മഹിഷാസുരൻ സിംഹത്തിനെ ഗജത്തിൻ്റെ വേഷം ധരിച്ചിട്ട് തുമ്പിക്കൈ കൊണ്ട് സിംഹത്തിനെ പിടിച്ച്, ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹത്തിനെ പിടിച്ചു വലിച്ചു എന്ന് പറഞ്ഞു. അപ്പം ദേവി തൻ്റെ ഖഡ്ഗം കൊണ്ട് ഗജാകൃതിയിലുള്ളതായിട്ടുള്ള ആ മഹിഷൻ്റെ തുമ്പിക്കൈ അങ്ങോട്ട് വെട്ടി എന്ന് പറഞ്ഞു. അസുരൻ വീണ്ടും ദേവിയുടെ നേരെ പർവ്വതങ്ങൾ പറിച്ച് ദേവിയെ എറിയാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അതാണ് പിന്നെയാണ് ഇവിടെ ദേവി വസ്ത്രങ്ങൾ കൊണ്ട് ആ പർവ്വതങ്ങളെയൊക്കെ പൊടിയാക്കി തള്ളി എന്ന് പറഞ്ഞു. കോപം സഹിക്കവയ്യാതെ കണ്ട് ദേവിയും അസുരനും കൂടിയിട്ട് പിന്നീടും യുദ്ധം തുടങ്ങി എന്നുള്ളതാണ്. എന്നിട്ടപ്പോൾ ആ അസുരൻ ഉറക്കെ ഉച്ചത്തിൽ, കോപത്തോടു കൂടി ഉച്ചത്തിൽ ഗർജിച്ചു എന്ന് വരെ ശബ്ദം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി അസുരനോട് പറയുകയാണ്, മദ്യം പാനം ചെയ്തു. ആ മദ്യം പാനം ചെയ്തിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദേവി തിരിച്ച് മറുപടി പറഞ്ഞു എന്നാണ്. എന്താണ് പറഞ്ഞത്? ഗർജഗർജക്ഷണം മൂഢ, ഗർജഗർജക്ഷണം മൂഢ മധുയാവത് പിബമ്യഹം മയാ ത്വയിഹതേത്രൈവ ഗർജിഷ്യന്ത്യാസു ദേവതാഃ. ദേവി മറുപടി പറഞ്ഞതാണ് ഇത്. ഗർജ ഗർജ ക്ഷണം, ക്ഷണനേരം വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ ഗർജിച്ചോളൂ. ഗർജിച്ചോളൂ, ഇഷ്ടം പോലെ ഗർജിച്ചോളൂ. ക്ഷണം, കുറച്ചു നേരമല്ലേ വേണ്ടൂ. മൂഢനായിട്ടുള്ളവനെ ക്ഷണനേരം ഗർജിച്ചോളൂ എന്നാണ്. മധു യാവത് പിബാമ്യഹം, എത്ര നേരം വേണം, ഞാൻ ഈ മധു അങ്ങോട്ട് പാനം ചെയ്ത് കഴിഞ്ഞോട്ടെ. കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, മദ്യം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവി. മധു യാവത് പിബാമി, ഞാൻ ഈ മധു കുടിച്ചു തീരുന്നത് വരെ, യാവത് പിബാമി, എത്രത്തോളം ഞാൻ ഈ ഇത് പാനം ചെയ്യുന്നുണ്ടോ, കുടിക്കുന്നുണ്ടോ, അത്രത്തോളം നീ ഗർജിച്ചോളൂ, ഞാൻ അതിൻ്റെ ഇടയിലൊന്നിനും വരുന്നില്ല എന്നുള്ളതാണ്. മധു യാവത് പിബാമ്യഹം മയാ ത്വയിഹതേ അത്രൈവ, അത്ര ഏവ മയി മയാ ത്വയിഹതേ അത്ര ഏവ, ഇവിടെ വെച്ച് തന്നെ ത്വയി മയാഹതേ, എന്നാൽ നീ വധിക്കപ്പെടുമ്പോൾ, ത്വയി ഹതേ നീ വധിക്കപ്പെടുമ്പോൾ, മയാ എന്നാൽ നീ വധിക്കപ്പെടുമ്പോൾ, അതായത് ഞാൻ താമസമില്ലാണ്ട് നിന്നെ വധിച്ചോളാം എന്നുള്ളതാണ്. മയാ ത്വയി ഹതേ, ഞാൻ നിന്നെ ഹനിക്കുന്നതായിട്ടുള്ള സമയത്ത്, ഞാൻ നിന്നെ ഹനിക്കുമ്പോൾ, ഗർജിഷ്യന്ത്യാശു ദേവതാഃ, ദേവതാഃ ആശു ഗർജിഷ്യന്തി, ദേവതകൾ ഗർജിച്ചോളും. പിന്നെ അതുവരെ ക്ഷണനേരം നീ ഇത് ഗർജിച്ചോളൂ. ഏതുവരെ വേണം? ഞാൻ ഈ മധു പാനം ചെയ്ത് കഴിയണത് വരെ, ഇത് കുടിച്ചു കഴിയണത് വരെ നീ ഗർജിച്ചോളൂ. അത് കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊല്ലുകയി. അന്ന് കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഗർജനം ദേവതകൾ ചെയ്തോളും, അവർ സന്തോഷം കൊണ്ട് ഗർജിച്ചോളും ദേവതകൾ എന്നാണ്. അത് അവർക്ക് ഗർജിക്കാറാവും. അപ്പം നിനക്ക് പിന്നീട് ഗർജിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ദേവതകളാവും പിന്നീട് ഗർജിക്കുന്നത് എന്ന് ദേവി പറഞ്ഞു എന്നാണ്. ഏവം മുക്ത്വാ സമുൽപത്യ സാരൂഢാതം മഹാസുരം പാദേനാക്രമ്യ കണ്ഠേ ച ശൂലേനൈനമതാടയൽ. സാ ആ ദേവി ഏവം ഉക്ത്വാ ഇപ്രകാരം പറഞ്ഞിട്ട്, ഉക്ത്വാ പറഞ്ഞിട്ട്, ഏവം ഉക്ത്വാ ഇപ്രകാരം പറഞ്ഞിട്ട്, സമുൽപത്യ ചാടി പൊങ്ങിയിട്ട്, സമുൽപത്യ ചാടിയിട്ട്, തം മഹാസുരം ആരൂഢ ആ അസുരൻ്റെ പുറത്തന്നെ കയറി എന്നാണ്. ആ അസുരൻ്റെ മേലിൽ കയറി അസുരൻ്റെ മേല് എന്നാണ്. ആരൂഢ തം മഹാസുരം ആരൂഢ ആ മഹാസുരൻ്റെ ദേഹത്ത് കുതിച്ചു ചാടിയിട്ട്, പാദേന കണ്ഠയെ ആക്രമ്യ തൻ്റെ പാദം കൊണ്ട്, കാലുകൊണ്ട് കണ്ഠത്തിൽ ചവിട്ടി, ദേഹത്തിൻ്റെ മീതയ്ക്ക് അസുരൻ്റെ മീതയ്ക്ക് ചാടിയിട്ട് കാലുകൊണ്ട് ആ കഴുത്തിൽ അമർത്തി ചവിട്ടി എന്നുള്ളതാണ്. ചവിട്ടി പാദേന ആക്രമ്യ കണ്ഠയേച്ച ശൂലേനൈനം അതാടയത്, എന്നിട്ട്
ശൂലേന ഏനം അതാടയ, ശൂലം കൊണ്ട് അവനെ താടിച്ചു എന്നാണ്. കണ്ഠത്തിൽ കയറിയിട്ട് ചാടി, കണ്ഠത്തിൽ കയറിയിട്ട് ആ കണ്ഠം കൊണ്ട് അല്ല ശൂലം കൊണ്ട് അവനെ അതാടയെ താടിച്ചു, ഒന്ന് അങ്ങോട്ട് അടിച്ചു എന്നുള്ളതാണ്. ശൂലം കൊണ്ടൊന്ന് അടിച്ചു ആ അസുരൻ്റെ മേലെ ദേഹത്ത് എന്നുള്ളതാണ്. ശൂലേനൈനം പാദേന ആക്രമ്യ കണ്ഠയേച്ച, കണ്ഠേ പാദേന ആക്രമ്യ, കണ്ഠത്തിൽ പാദം കൊണ്ട് ആക്രമിച്ചിട്ട് ശൂലേന ഏനമതാടയ, ശൂലം കൊണ്ട് അവനെ താടിച്ചു, കഴുത്തിൽ കയറി എന്നാണ്. എന്നിട്ട് ആ ശൂലം കൊണ്ട് അങ്ങോട്ട് അവനെ നല്ലോണെ താടിച്ചു, അടിച്ചു എന്നുള്ളതാണ്. തതസ്സോപിപദാക്രാന്തസ്തയാ നിജമുഖാത് തതഃ നിശ്ചക്രാമ മഹാവീര്യ ഖഡ്ഗചർമ്മധരോ അസുരഃ, ഖഡ്ഗചർമ്മധരോ സുരഃ തയാ തതഃ പദാ ആക്രാന്തഃ, അങ്ങനെ അപ്രകാരം അവളാൽ, ആ ദേവിയാൽ, പദാ ആക്രാന്തഃ പാദം കൊണ്ട് ആക്രമിക്കപ്പെട്ടതായ ആ അസുരൻ, സഹ അപി ആ അസുരനാകട്ടെ, തതഃ അനന്തരം നിജമുഖാത് നിശ്ചക്രാമ, നിജമുഖാത് തൻ്റെ മുഖത്തിൽ നിന്ന്, നിശ്ചക്രാമ അതായത് സ്വന്തം മുഖത്തു നിന്ന് ആദ്യം പുറത്തു വന്നു എന്നുള്ളതാണ്. ആക്രമിക്കപ്പെട്ടപ്പോൾ ആ ആക്രമിക്കപ്പെട്ടതായിട്ടുള്ള അസുരൻ തൻ്റെ മുഖത്തു നിന്ന് തന്നെ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. സമുഖാത് തഥ നിജമുഖാത് ദിഷ്ടക്രാമ, തൻ്റെ മുഖത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നു. ആ മുഖത്തിലാണല്ലോ ചവിട്ടിയത്, അപ്പോൾ ആ മുഖത്തിൽ നിന്ന് അങ്ങോട്ട് വേറെ അസുരൻ തന്നെ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. മുഖാത് നിശ്ചക്രാമ, ദേവിയുടെ ചവിട്ട് ഏറ്റപ്പോൾ അത് ശൂലം കൊണ്ട് അടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ അസുരൻ തൻ്റെ മുഖത്തിൽ നിന്ന് തന്നെ, അവനവൻ്റെ മുഖത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. നിശ്ചക്രാമ മഹാവീര്യ ഖഡ്ഗചർമ്മധരോഹ അസുരഃ, എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? ഖഡ്ഗചർമ്മധരഃ, ഖഡ്ഗവും ചർമ്മവും ധരിച്ചുകൊണ്ടുള്ള അസുരനായിട്ട് പുറത്തേക്ക് വന്നു. ഓരോരോ വേഷങ്ങൾ മാറി മാറി ധരിച്ചു എന്ന് പറഞ്ഞുല്ലോ നേരത്തെ തന്നെ. ഇപ്പം ഇവിടെ ആ ദേവി കണ്ഠത്തിൽ കയറിയിട്ട് ചവിട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ ആ തൻ്റെ മുഖത്തു നിന്ന് തന്നെ മറ്റൊരു അസുരൻ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് അസുരൻ ഉണ്ടായിരുന്നത്? ഖഡ്ഗ ചർമ്മധരഃ, ഖഡ്ഗവും വാളും ഇതും പരിചയം ധരിച്ചും കൊണ്ടുള്ളതായിട്ടുള്ള ഒരു പുരുഷനായിട്ട് പുറത്തേക്ക് വന്നു എന്നാണ്. ചർമ്മധരഃ അസുരഃ. അപ്പം അങ്ങനെ ആ ഓരോരോ വേഷം മാറി മാറി വന്നു എന്നുള്ളതാണ്. ഓരോന്നിനെ ഓരോ വിധത്തിൽ ഹനിക്കാൻ ശ്രമിക്കുമ്പോഴും വേറെ ഓരോ രൂപം ധരിച്ച് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. ഇവിടെ ആദ്യം ഒരു പുരുഷനായിട്ട് വാളും പരിചയം ധരിച്ചും കൊണ്ടുള്ളതായിട്ടുള്ളൊരു പുരുഷനായിട്ട് പുറത്തേക്ക് വന്നു ദേവിയുടെ സ്വന്തം കണ്ഠത്തിൽ നിന്ന് എന്നാണ്. ഇനി അർത്ഥനിഷ്ക്രാന്ത ഏവാസൗ ദേവ്യാ വീര്യേണ സംവൃത, അർത്ഥനിഷ്ക്രാന്ത ഏവാസൗ യുധ്യമാനോ മഹാസുരഃ തയാ മഹാസിനാ ദേവ്യാ ശിരച്ഛിത്വാ നിപാതിതഃ. ഇനി അർദ്ധനിഷ്ക്രാന്ത ഏവാസൗ, മുഴുവനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞില്ല, ആ മുഖത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നല്ലേ പറഞ്ഞത്. ആ മുഖത്ത് നിന്ന് മുഴുവൻ പുറത്തേക്ക് വന്നിട്ട് ഞാൻ പകുതി പുറത്തേക്ക് വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും അർദ്ധനിഷ്ക്രാന്ത ഏവ അസൗ ഇവൻ, ഈ അസുരൻ അർദ്ധനിഷ്ക്രാന്ത ഏവ, അർദ്ധം പകുതി പുറത്തേക്ക് വന്നപ്പോൾ തന്നെ, ആ പകുതി ഭാഗം പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ദേവ്യാ വീര്യേണ സംവൃത, ദേവിയാൽ വീര്യം കൊണ്ട് സംവൃതനായി ചുറ്റപ്പെട്ടു. ദേവിയുടെ വീര്യം കൊണ്ട് അനങ്ങാൻ വയ്യാണ്ടേ ഈ പകുതി പുറത്തേക്ക് വന്നേ ഉള്ളൂ, മുഴുവൻ പുറത്തേക്ക് വന്നില്ല. അപ്പോൾ ആ ദേവിയുടെ വീര്യം അവനെ സംവരണം ചെയ്തു, ചുറ്റി എന്നുള്ളതാണ്. ആ ചുറ്റിയപ്പോൾ അവന് പുറത്തേക്ക് മുഴുവൻ പുറത്തേക്ക് വരാൻ വയ്യാണ്ടേ, മുഖത്ത് നിന്ന് പുറത്തേക്ക് വന്നതായിട്ട് പുരുഷന് മുഴുവനും പുറത്തേക്ക് വരാൻ പറ്റിയില്ല, പകുതിയെ പുറത്തേക്ക് വന്നുള്ളൂ. അപ്പം അങ്ങനെ പകുതി പുറത്തേക്ക് വന്നപ്പോൾ എന്താണ് ഉണ്ടായത്? അർദ്ധനിഷ്ക്രാന്ത ഏവാസവും, പകുതി പുറത്തേക്ക് വന്നപ്പോൾ തന്നെ തയാ മഹാസിനാ ദേവ്യ, തയാ ദേവ്യ, ആ ദേവിയോടുകൂടി മഹാസിന ശിരച്ഛിത്വ നിപാതിത, അർദ്ധനിഷ്ക്രാന്ത ഏവാസൗ യുധ്യമാനോ മഹാസുരഃ, യുധ്യമാനഹനായിട്ട് യുദ്ധം ചെയ്തു. അർദ്ധനിഷ്ക്രാന്തനായപ്പോൾ തന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പകുതി പുറത്തേക്ക് വന്നപ്പോൾ ദേവി മുഴുവൻ പുറത്തേക്ക് പോരാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ആ പകുതി പുറത്തേക്ക് വന്ന രൂപത്തോട് കൂടിയിട്ട് ദേവിയായിട്ട് യുദ്ധം ചെയ്തു എന്നാണ്. യുധ്യമാനഹ
യുദ്ധമാനനായിട്ട് യുദ്ധം ചെയ്യുന്നവനായിട്ട് ശിരച്ഛിത്വ ദേവ്യാ മഹാസിന ശിരച്ഛിത്വ നിപാതിത, ദേവിയാൽ മഹാസിന വലിയതായിട്ടുള്ള വാളുകൊണ്ട്, ദേവിയുടെ വാളുകൊണ്ട് ശിരച്ഛിത്വ ശിരസ് ഛേദിച്ചിട്ട് തല വെട്ടിയിട്ട് നിപാതിത വീഴ്ത്തപ്പെട്ടു. പകുതി രൂപത്തോടു കൂടി പുറത്തേക്ക് വന്നപ്പോൾ പകുതി ആ തല അങ്ങോട്ട് ദേവി ഛേദിച്ചു, തൻ്റെ വാളുകൊണ്ട് ആ ശിരസ് ഛേദിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നിപാതിത താഴെ വീണു എന്നാണ്. അർത്ഥനിഷ്ക്രാന്ത ഏവാസൗ, അത് ആവർത്തിച്ചിട്ടുണ്ട് അർത്ഥനിഷ്ക്രാന്ത എന്നുള്ളത് ശ്ലോകത്തിൽ. അർദ്ധനിഷ്ക്രാന്ത ഏവാസൗ ദേവ്യാ വീര്യേണ സംവൃത, അർദ്ധനിഷ്ക്രാന്ത ഏവാസൗ യുധ്യമാനോ മഹാസുരഃ തയാ മഹാസിനാ ദേവ്യാ ശിരച്ഛിത്വാ നിപാതിത. പകുതി തൻ്റെ മുഖത്ത് നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ദേവിയുടെ വീര്യം അതിനെ തടഞ്ഞു, സംവൃതനാക്കി, മൂടി എന്നുള്ളതാണ്. അപ്പം മുഴുവൻ പുറത്തേക്ക് വരാൻ പറ്റിയില്ല അസുരന്. ഈ പുരുഷാകാരം ധരിച്ചിട്ട് മുഴുവൻ പുറത്തേക്ക് വന്നില്ല. അപ്പോൾ ആ അർദ്ധനിഷ്ക്രാന്തനായിട്ട് പകുതി പുറത്തേക്ക് വന്നും കൊണ്ട് തന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ദേവിയോട് യുദ്ധം ചെയ്തു. അതായത് പകുതി മുഖത്തിൻ്റെ ഉള്ളിലും പകുതി പുറത്തുമായിട്ട് അങ്ങനെ ദേവിയോട് യുദ്ധം ചെയ്തു. അങ്ങനെ യുദ്ധം ചെയ്തപ്പോൾ ആ ശിരസ് ദേവി തൻ്റെ മഹാസി കൊണ്ട് മുറിച്ചു എന്നാണ്. മഹാസി കൊണ്ട് വലിയതായിട്ടുള്ള ആ വാളുകൊണ്ട് ശിരഹ ചിത്വ, ദേവിയുടെ ആ അസുരൻ്റെ ശിരസ് ഛേദിച്ച് നിപാതിത താഴെ വീഴ്ത്തപ്പെട്ടു എന്നാണ്. ഏവം സ മഹിഷോ നാമ സഭൃത്യ സുഹൃദ്ഗണ ത്രൈലോക്യം മോഹയിത്വാ തു ചണ്ഡമാര്യ വിനാശിത. ഏവം ഇപ്രകാരം സ മഹിഷ നാമ അസുര, ആ മഹിഷൻ എന്നുപേരായ അസുരൻ, നാമ എന്നവിടെ ചേർത്തിട്ടില്ല, മഹിഷോ അസുര എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് മഹിഷോ നാമ എന്നുണ്ട്. മഹിഷൻ എന്നുപേരായ ആ അസുരൻ ഭൃത്യന്മാരോടുകൂടി അനുയായികളോടുകൂടി തൻ്റെ ഭടന്മാരോടെല്ലാം ഒപ്പം സുഹൃദ്ഗണ, സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട് യുദ്ധം ചെയ്യാനായിട്ട്, മഹിഷാസുരനെ സഹായിക്കാനായിട്ട് ഭടന്മാരും ഭൃത്യന്മാരായിട്ടുള്ള ആളുകൾ, പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരെയും ഒരുമിച്ച് വധിച്ചു, ഒരുമിച്ച് നശിപ്പിച്ചു എന്നാണ്. സഭൃത്യ സുഹൃദ്ഗണ, സുഹൃദ്ഗണങ്ങളോടും ഭൃത്യന്മാരോടും കൂടി ത്രൈലോക്യം മോഹയിത്വാതു, ത്രൈലോക്യത്തെ മുഴുവൻ മോഹിപ്പിച്ചു. മഹിഷാസുരൻ തൻ്റെ ഭൃത്യന്മാരോടും സുഹൃത്തുക്കളോടും കൂടി ലോകത്തെ മുഴുവൻ ശോഭിപ്പിച്ചു, എല്ലാം പിടിച്ചടക്കി എന്നൊക്കെ നേരത്തെ പറഞ്ഞില്ലേ. അങ്ങനെ ശോഭിപ്പിച്ചതിന് ശേഷം ചണ്ഡമാര്യ വിനാശിത, ചണ്ഡന്മാരെ മാരണം ചെയ്യുന്നതായിട്ടുള്ള ദേവിയാൽ, ചണ്ഡമാരി എന്നുള്ളതിന് അർത്ഥം അതാണ്. ചണ്ഡമാരിയാൽ എന്താണ് ചണ്ഡമാരി എന്ന് വെച്ചാൽ, ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിക്കുന്നതായിട്ടുള്ള, മരിച്ചുകൊണ്ടാക്കുന്നതായിട്ടുള്ള, അതായത് വധിക്കുന്നതായിട്ടുള്ള, ദുഷ്ടന്മാരെ വിഗ്രഹിക്കുന്നതായ ദേവിയാൽ വിനാശിത നശിപ്പിക്കപ്പെട്ടു. ദേവി എങ്ങനെ ആ മഹിഷാസുരനെയും അവൻ്റെ ഭൃത്യന്മാരെയും ഭടന്മാരെയും ഒക്കെ സുഹൃത്തുക്കളെയും ഒക്കെ നശിപ്പിച്ചു എന്നാണ്. ശ്രീശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.